ഹായ്, എല്ലാവർക്കും കിങ് മേക്കർ സ്റ്റുഡിയോയിലെ പുതിയൊരു സെഗ്മെന്റിലേക്ക് സ്വാഗതം. സാധാരണയായി സിനിമ ഇറങ്ങുമ്പോൾ അത് പ്രേക്ഷകർക്ക് കാണണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ വേണ്ടിയുള്ള ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ സിനിമ എങ്ങനെയാണ് എന്നൊക്കെ മാത്രമാണ് പറയുള്ളത്. എന്നാൽ ഇപ്പോൾ പറയുന്ന കാര്യം, ഒരു സിനിമ ഇറങ്ങി കുറേ നാളുകൾക്ക് ശേഷം ആ സിനിമയിൽ ഉണ്ടായിരുന്ന ചില പ്രശ്നങ്ങൾ, സാങ്കേതിക വിദഗ്ധർ ശ്രദ്ധിക്കാതെ പോയ ചില പ്രശ്നങ്ങളാണ് ഞാൻ ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. മികച്ച നടനുള്ള ദേശീയ അവാർഡ് അടക്കം കരസ്ഥമാക്കിയ നമ്മുടെ നടൻ ധനുഷിൻ്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ, അദ്ദേഹം 3ഓളം സിനിമ സംവിധാനം ചെയ്തിട്ടുണ്ടെങ്കിലും അദ്ദേഹം സ്വന്തമായി അഭിനയിക്കാതെ സംവിധാനം ചെയ്ത നിലവക്ക് എന്മേൽ എന്നടി കോപം എന്ന സിനിമയിലെ ഒരു രംഗമാണ് കാണിക്കുന്നത്. താൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി പറഞ്ഞതനുസരിച്ച് സുഹൃത്തിനൊപ്പം തൻ്റെ പഴയ കാമുകിയുടെ കല്യാണത്തിന് പോകുന്നതാണ് സിനിമയുടെ ഇതിവൃത്തം. അവിടെ വെച്ച് പഴയ കാമുകിയുടെ കൂട്ടുകാരി അവരുടെ പഴയ കാര്യങ്ങൾ, അതായത് അവർ തെറ്റാനുണ്ടായ കാര്യങ്ങൾ പറയുന്ന ഒരു രംഗമാണ്. ആ പഴയ കാമുകിയുടെ കല്യാണത്തിന് സമയത്ത് അദ്ദേഹത്തിനെ അണിയിച്ചൊരുക്കുന്ന സമയത്താണ് ഈ ഒരു സീൻ വെച്ചിരിക്കുന്നത്. അണിയിച്ചൊരുക്കുന്ന പെൺകുട്ടി പുറകുവശത്ത് ഉണ്ടാവുമ്പോഴാണ് ഇവർ സംസാരിക്കുന്നത്. എന്നാൽ തൊട്ടടുത്ത നിമിഷം കാമുകിയുടെ മുഖത്ത് ക്ലോസപ്പ് വെക്കുന്ന സമയത്ത് പിറകിൽ ആ പെൺകുട്ടിയെ കാണുവാനില്ല. അത് കഴിഞ്ഞ് തൊട്ടടുത്ത ഡയലോഗ് പറയുന്ന സമയത്ത് പിറകിലെ ക്യാമറയിലേക്ക് പോകുമ്പോൾ വീണ്ടും അവിടെ ആ പെൺകുട്ടിയെ കാണാം. അങ്ങനെ ക്യാമറ ആംഗിളുകൾ മാറുന്ന സമയത്ത് ആ പെൺകുട്ടി അപ്രത്യക്ഷയാവുകയും പ്രത്യക്ഷപ്പെടുകയും ചെയ്യുന്നത് കാണാം. ഇത് ക്യാമറാമാൻ, സംവിധായകർ എന്നിവരുടെ ഒക്കെ നോട്ടപ്പിശക് എന്ന് വേണം പറയാൻ. ഇതുകൊണ്ടൊക്കെയാണ് നമ്മൾ പ്രോത്തേട്ടൻ ബ്രില്യൻസ് എന്നടക്കം പറയുന്നത്. അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ ഇനിയും വരും. അപ്പോൾ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക എന്നാണ് പറയാനുള്ളത്. ഓക്കെ, ബൈ.